അവളുടെ വാ അടപ്പിക്കാനുള്ള ചോദ്യേട്ടാ ഞാൻ വന്നിരിക്കുന്നേ. എന്നോട് മറുപടി പറയാതെ അവൾ ഈ റൂം വിട്ട് എവിടെയും പോവില്ല. ഈശ്വര, ഇതാകെ പ്രശ്നമാവുമല്ലോ. എന്താ ഇത്? ആരാണ് ഇവര്? എന്തിനാണ് ഇവര് കളക്ടറുടെ കസേര കയറിയിരിക്കുന്നത്? അയ്യോ, ഒന്നും പറയരുതേ. മാഡത്തിന്റെ ചേച്ചിയാ, സുഖമില്ലാത്ത ആളാ. അങ്ങനെ ഇപ്പൊ കളക്ടർ മാഡത്തിന്റെ കുറ്റങ്ങളെ ഒളിച്ചു വെക്കണ്ട ആരും. എല്ലാരും കൂടി സത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച് എന്റെ ചേച്ചിയെ പറ്റിക്കാൻ വേണ്ട. അങ്ങനെ ഇപ്പൊ എന്റെ ചേച്ചിയെ പറ്റിക്കണ്ട. അതുകൊണ്ട് തന്നെയാ ഞാൻ പോയി പറഞ്ഞത്. എന്നിട്ട് നീ എന്താ നേടിയേ? എടി, നീ എന്താ നേടിയെന്നാ ചോദിച്ചത്. ചേച്ചിയോടുള്ള അതിര് കിടന്ന് ഇഷ്ടം കൊണ്ടൊന്നും അല്ലല്ലോ നീ ഈ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറഞ്ഞത്. ശാലിനിക്കെതിരെയുള്ള ആയുധമായിട്ടല്ലേ നീ ഇതൊക്കെ കണ്ടത്. എന്നിട്ടിപ്പോ എന്തായടി? കുഞ്ഞിനെ നഷ്ടപ്പെട്ടു ആ പാവം മനസ്സിലാക്കിയിട്ട് അവര് ചങ്ക് പൊട്ടി അലമുറയിട്ട് കരയാ അവിടെ. എന്തിനാടി ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ ഇവിടെ നടക്കുന്നേ? അല്ലെങ്കിലും കളക്ടർ കൊച്ചമ്മേ പറഞ്ഞ നിങ്ങൾക്ക് പൊള്ളുമല്ലോ. എന്റെ കാര്യത്തിൽ മാത്രമാണല്ലോ ഇങ്ങനെ ഒരു തണുത്ത മട്ട്. എന്റെ ചേച്ചിമാരുടെ കാര്യത്തിൽ എന്തെന്നില്ലാത്തൊരു ശുഷ്കാന്തിയാണല്ലോ. ഇവിടെ നിർത്തിക്കോണം നിന്റെ ഈ നാവ് വളച്ചുള്ള അപവാദം പറച്ചിലൊക്കെ. പറഞ്ഞേട്ടല്ലോ, നിന്റെ ഈ ദുഷിച്ച നാവെടുത്ത് ഇനി നിന്റെ സഹോദരിമാരെ എന്നെ ചേർത്ത് പറഞ്ഞ ജയിലിൽ പോയാലും വേണ്ടില്ല, നിന്നെ ഞാൻ തീർത്തു കളയും. പറഞ്ഞില്ലെന്ന് വേണ്ട. കൊല്ല് കൊല്ല് എന്നെ കൊല്ലങ്ങ്. എന്താ കൊല്ലുന്നില്ലേ? കൊല്ല് കൊല്ല്. അതെ, എനിക്കിങ്ങനെ നാണം കെട്ട ജീവിതം വേണ്ട. എന്നെ മനസ്സിലാക്കാത്തൊരു ഭർത്താവിന്റെ കൂടെ പരിഹാസപാത്രമായിട്ട് കഴിയാനേ എനിക്ക് വയ്യ. കൊല്ലുന്നെങ്കിൽ കൊല്ല്, ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോയങ്ങ് പോർത്തോ. നീ നന്നാവില്ലടി, ഒരിക്കലും നന്നാവില്ല. നീ ഇങ്ങനെ ആയിപ്പോയല്ലോടി. അത്രയ്ക്ക് ദൂഷിച്ച മനസ്സാ നിന്റേത്. പിന്നെ നികൃഷ്ട ചിന്താഗതിയും. പെൺവർഗത്തിൽ തന്നെ നീ ഒരു ശാപമാടി, തീരാ ശാപം. മതി, നിർത്ത്. എവിടെ കേൾക്കാൻ നിങ്ങളുടെ ഒച്ചയും ബഹളവും? അച്ഛാ, വഴക്കും ബഹളവും ഒന്നുമല്ല, ഞാൻ ഇവളോട് കാര്യം പറഞ്ഞതാ. കൊച്ചിനെ കാണാതെ കാര്യം ഇവള് ശാരികയോട് എന്ന് പറയാൻ പാടില്ലായിരുന്നു. അത് തെറ്റ് തന്നെയാ, പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. ശാരിക ഇങ്ങോട്ടെങ്ങാൻ വന്നായിരുന്നോ? ഇല്ല. ഹോസ്പിറ്റലിൽ ഇല്ലേ? ഇല്ല. എടി, നീ വന്ന് അതും പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ശാരിക അവിടെ എന്തെല്ലാം കുഴപ്പമുണ്ടാക്കിയെന്ന് അറിയാം നിനക്ക്? ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഇറങ്ങിപ്പോയെന്നോ? എങ്ങോട്ട്? അറിയില്ല. എവിടെയാ പോയെന്ന് അറിയില്ല. ഇവിടെ എങ്ങനെ എത്തിയൊന്നും അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. പണ്ടേ ആത്മഹത്യാ പ്രവണതയുള്ള പെണ്ണ വല്ല കായലിലോ കുളത്തിലോ ചാടി ചത്ത ആ ശവോടത്തി ഇവളുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കണം. തിന്നട്ടെ, പച്ചയ്ക്ക് തിന്നട്ടെ. ഇവള് കൂടെ പെറുപ്പുകളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി നടക്കുന്നവളല്ലേ. അനുഭവിക്കൂടി നീ ഇതിനൊക്കെ. അച്ഛാ, നിനക്ക് തൃപ്തിയായില്ലേ ഇപ്പോ? നീ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ. ഇനിയെങ്കിലും നന്നാവാൻ നോക്കടി. ഇല്ലെങ്കിലേ ചത്ത കുഴിച്ചിടാൻ പോലും കൂട്ടത്തിൽ ആരും കാണില്ല. അയ്യോ, അവരുടെ വരവ് കണ്ടോ? മൊത്തത്തിലൊരു കലിപ്പുലുക്കാണല്ലോ. പിന്നെ എനിക്ക് ശാലിനി ഒന്ന് കാണണം. മാഡം ഇവിടെ ഇല്ലല്ലോ. എനിക്ക് കാണണമെന്ന് പറഞ്ഞ കാണണം. വിളിക്കവളെ. ഞാൻ പറഞ്ഞത് സത്യമാ. ശാലിനി മാഡം ഇവിടെ ഇല്ല. അവൾ എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ. ഞാൻ അവളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അയ്യോ, അത് ലക്ഷണം കണ്ടിട്ട് ഈ കളക്ടറേറ്റ് മറിച്ചു വെക്കാനുള്ള വരവാണെന്നാ തോന്നുന്നേ. അത് ശാലിനി മേഡത്തിനെ തിരക്കുന്ന എന്തിനായിരിക്കും? നോക്കാം. അത് അതെ,
മാഡം വരാതെ ഒരാളിനെ ഇതിനകത്തേക്ക് കയറ്റില്ല. ഇപ്പൊ കയറിപ്പോയില്ലേ? ഞാനേ അവളുടെ ചേച്ചിയാ. അവൾക്ക് ഈ കസേര ഇട്ടാൻ കുറെ അധികം ഞാനും കിടന്ന് അധ്വാനിച്ചിട്ടുണ്ട്. ആ കുടുംബശ്രീ ചായക്കടയില്. അപ്പൊ ഈ കസേരയിൽ ഇരിക്കാൻ അവളെക്കാൾ യോഗ്യത എനിക്കാ. അയ്യോ, എന്നെ ഇങ്ങനെ കഷ്ടത്തിലാക്കരുത്. ഇവിടെ ഇങ്ങനെ കയറി ഇരിക്കുന്ന കണ്ട മാഡം എന്നെ ആയിരിക്കും വന്ന് വഴക്കു പറയുക. ഞാൻ ഇരുന്നു കരുതേ അവൾ ഇനിയൊന്നും പറയാൻ പോകുന്നില്ല. അഥവാ ഇനി അവൾ എന്തെങ്കിലും പറഞ്ഞാ അത് ഞാൻ നോക്കിക്കോളാം. അവളുടെ വാ അടപ്പിക്കാനുള്ള ചോദ്യേട്ടാ ഞാൻ വന്നിരിക്കുന്നേ. എന്നോട് മറുപടി പറയാതെ അവൾ ഈ റൂം വിട്ട് എവിടെയും പോവില്ല. ഈശ്വര, ഇതാകെ പ്രശ്നമാവുമല്ലോ. എന്താ ഇത്? ആരാണ് ഇവര്? എന്തിനാണ് ഇവര് കളക്ടറുടെ കസേര കയറിയിരിക്കുന്നത്? അയ്യോ, ഒന്നും പറയരുതേ. മാഡത്തിന്റെ ചേച്ചിയാ, സുഖമില്ലാത്ത ആളാ. തലയ്ക്ക് ഓളം കയറിയവരൊക്കെ വന്നിരിക്കേണ്ട സീറ്റാണോ ഇത്? ഡിസ്ട്രിക്ട് കളക്ടറുടെ കസേര ഇത്. ഇതെന്താ കുട്ടിക്കളയാണെന്ന് വിചാരിച്ചോ? അതെ, നിങ്ങൾ മാഡത്തെ കാണാൻ വന്നതാണെങ്കിലേ പുറത്ത് വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള ചെയർ ഇട്ടിട്ടുണ്ട്, അവിടെ പോയിരിക്കണം. ഈ കസേരയിൽ ഇരിക്കാൻ പാടില്ല. ഞാനേ അവളുടെ ചേച്ചിയാ. അതുകൊണ്ട് എവിടെ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. താൻ തന്റെ പാട്ടിന് പോടോ. അനു, ദിസ് ഈസ് ടു മച്ച്. ഇതിവിടെ അനുവദിക്കാൻ പറ്റില്ല. ഈ ഓഫീസിനൊരു ഡിഗ്നിറ്റി ഉണ്ട്. അതായത് ഈ ഓഫീസിന് അതിൻ്റെതായ അന്തസ്സും വിലയും മര്യാദയും ഉണ്ടെന്ന്. അത് കളഞ്ഞു കുളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പുറത്തു പോണം. ഞാൻ ഇനി ഇവിടുന്ന് എഴുന്നേക്കുന്ന പ്രശ്നമില്ല. ശാലിനി വരട്ടെ, ഞാൻ അവളോട് സംസാരിച്ചോളാം. സർ, ഞാനൊന്ന് മാഡത്തെ വിളിച്ച് സംസാരിക്കട്ടെ. വേഗം വേണം. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മാത്രമല്ല, കൂടെയുള്ള സ്റ്റാഫുകളും. അല്ലടോ? അതെ സർ. എന്താ നോക്കി നിൽക്കുന്നേ? വിളിക്കുകയാണെങ്കിൽ വേഗം ഫോണിൽ വിളിക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് എഴുന്നേൽക്കാൻ ഉദ്ദേശമല്ല അല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ അവള് വരട്ടെ. ആ ശാലിനി. അപ്പൊ രണ്ടുപേരും അകത്ത് കയറിപ്പോയി ചന്ദ്രാന്റിയോട് ചായ എടുത്തു തരാൻ പറ. എന്നിട്ടേ രണ്ടുപേരും കൂടി നല്ല കുട്ടികളായിട്ട് ഹോംവർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ? ശിവേട്ട, ചന്ദ്രൻ പ്രകാശും കൂടി ഷോപ്പിങ്ങിന് പോയിരിക്കാ.